എല്ലാവർക്കും സൂര്യന്റെ നല്ല നമസ്കാരം. അടിപൊളി. എന്റെ ഈ നമസ്കാരം കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വലിയ സന്തോഷത്തിലാണെന്ന്. എന്നാൽ എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ, 24 മണിക്കൂറും ചുട്ടുപഴുത്ത് കിടക്കണം. ഞാൻ എങ്ങനെ സന്തോഷിക്കും? എനിക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോൾ അസൂയ തോന്നുക. ചെറുതായിട്ടൊന്ന് ചൂടെടുത്താൽ നിങ്ങൾ ഉടനെ റൂമിൽ പോയി ഫാൻ ഇടും, അല്ലെങ്കിൽ എ സിക്കകത്തിരിക്കും. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ ഞാനൊന്ന് തണുത്ത് കഴിഞ്ഞാലേ നിങ്ങൾ മനുഷ്യന്മാർ എന്റെ തലയെ കയറുന്ന കൊടി പാറിക്കും. അതുകൊണ്ടാ എന്നെ അടുക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ വേറൊരു രസമുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിലെ ചില ഭാര്യമാര് ഞാനും ഒരുപോലെയാ. എപ്പോഴും ഭയങ്കര ചൂടാ. പക്ഷേ ഭർത്താക്കന്മാർ എത്ര ഭാര്യ നമസ്കാരം നടത്തിയാലും ഭാര്യമാര് തണുക്കാൻ പോണില്ല. ഡയാന തണുക്കുവോ? ശ്രീവിദ്യ തണുക്കോ? ഞാൻ തണുക്കത്തില്ല. എലീല തണുക്കോ? ഇല്ല. അല്ല, ഞങ്ങളോട് മാത്രം ചോദിക്കണ്ട. അതെ, അവിടെ ഒരു ഭാര്യ ഇരിപ്പുണ്ടല്ലോ, ശ്വേത ചേച്ചി. ശ്വേത ചേച്ചിയോട് ചോദിച്ചേ. അയ്യോ, ചേച്ചിയോട് ഞാൻ ചോദിച്ചിട്ട് വേണം. എന്നെക്കാളും ചൂടായിട്ട് ചേച്ചി എന്നോട്. അതുകൊണ്ടേ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ ഉഷ്ണപ്പെടുത്തുന്നില്ല. നിങ്ങൾക്ക് കാണുമ്പോ പ്രണയവും സംഗീതവും പാട്ടും കവിതയൊക്കെ വരുന്ന ഒരു പുള്ളിക്കാരി വരുന്നുണ്ട്. മനസ്സിലായില്ലേ? മഴപ്പെണ്ണ്. അവളുടെ ചാട കണ്ട അവളുടെ സീസൺ അല്ലേ ഇപ്പം. നീ പെയ്യുമോ ഇന്നിവളെ, നീ മൂടുമോ വെൺപനിവരികളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ ഇതറിയ താരകങ്ങളെ കാണുക. അടിപൊളി. സൂര്യചേട്ടാ, സുഖമല്ലേ? എന്തോണ്ട് വിശേഷം? അല്ല, ഇതെന്തോ വിശേഷം ഈ ചോപ്പും ചോപ്പുമായിട്ട് വന്നിരിക്കുന്നത്? അപ്പൊ ചേട്ടാ ഒന്നും അറിഞ്ഞില്ലേ? ഞാനാണെങ്കിൽ 2 ദിവസമായിട്ട് കേരളത്തിൽ നിന്നങ്ങ് പെയ്യുമല്ലേ. ഇപ്പൊ റെഡ് അലർട്ടാ. അയ്യോ, അവളുടെ ഒരു ഭാഗ്യം നോക്കണേ. റെഡ് അലർട്ട് വന്നാൽ അവൾക്ക് ചോപ്പും ചോപ്പും ഇടാം. ഓറഞ്ച് അലർട്ട് വന്നാൽ ഓറഞ്ച് ഡ്രസ് ഇടാം. യെല്ലോ അലർട്ട് വന്നാൽ മഞ്ഞ ഡ്രസ് ഇടാം. അപ്പോഴേ ഒരലർട്ടും ഇല്ലെങ്കിൽ നീ ഏത് ഡ്രസ് ഇടും? അപ്പൊ ഞാൻ ഒന്നും സൂര്യൻ ചേട്ടാ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. യു നോ ഐ ആം വെരി ഹോട്ട്. അതെനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് എന്തിനാണ് എല്ലാരോടും ഇത്ര ചൂട്? എനിക്ക് കുറെ വിഷമങ്ങളുണ്ടെന്ന് നിങ്ങൾ കേൾക്കണം. ഞാൻ ഈ ഭൂമിയിലെ മനുഷ്യർക്ക് വേണ്ടി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്ന് അറിയാമോ? അവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ ഞാൻ വേണം, തുണി ഉണക്കണമെങ്കിൽ ഞാൻ വേണം, സോളാർ വെച്ച് കറണ്ട് എടുക്കണമെങ്കിൽ ഞാൻ വേണം. എന്തിനേറെ പറയണു, 12 മണി വരെ കിടന്നിറങ്ങുന്നവന്റെ ചന്തിയിൽ ഞാൻ ചെന്ന് വെയിലടിച്ചിട്ട് വേണം അവനെ കുത്തി ഉണക്കാൻ. ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് വൈകുന്നേരം ഒരു 6-6:30 മണിയാകുമ്പോ ഞാൻ കടലിലോട്ട് ബ്ലിക്കോന്ന് പോയാലേ അവന്മാർക്ക് രാത്രി ഉള്ളൂ. എന്നാലേ അവന്മാർക്ക് കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. ഈ രാത്രി ഉണ്ടെങ്കിലേ നൈറ്റ് തട്ടുകടേ ഉള്ളൂ, നൈറ്റ് പമ്പുള്ളൂ, നൈറ്റ് വാച്ച്മാനുള്ളൂ. എന്തിന്? പലർക്കും ഫസ്റ്റ് നൈറ്റ് വേണമെങ്കിൽ ഞാൻ കടലിനടിയിലോട്ട് പോകണം. ഇതൊക്കെ ചെയ്തിട്ട് 2 മാസം ഞാനൊന്ന് ജ്വലിച്ച് നിൽക്കുമ്പോ ഇതെന്തോന്ന് ചൂട്, സൂര്യാഹ്ലാദം, എന്തെല്ലാം പരിപാടി. എന്നെ നോക്കി ഉഷ്ണം, AC വേണം. എന്നെ നോക്കി ഇവരെന്തെല്ലാം തെറിയാണ് പറയുന്നതെന്നറിയാം. അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് കുറച്ച് വിഷമം വരും. പക്ഷെ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എപ്പോ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എനിക്ക് ഇഷ്ടമുള്ളതുപോലെ പെയ്യാം. പക്ഷെ ഞാനേ ഈ ചില സമയത്ത് അപ്രത്യക്ഷമായിട്ട് ചില സ്ഥലങ്ങളിൽ പോയി അങ്ങ് പെയ്യും. അപ്പൊ അവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട് എന്റെ പൊന്നു. നല്ല പച്ചപ്പ് പിടിച്ച പാടം. അതിന്റെ തൊട്ടടുത്തായിട്ട് ഓലമെന ചെറിയൊരു തട്ടുകട. ആ തട്ടുകടയുടെ അടുപ്പിൽ ഇങ്ങനെ ചായ തിളയോട് തിളയായിരിക്കും. അതിന്റെ തൊട്ടടുത്ത് കണ്ണാടിക്കൂട്ടില് നല്ല പഴുത്ത പഴം വെച്ചുണ്ടാക്കിയ നല്ല ചൂട് പഴംപൊരിയും, തൊട്ടടുത്തുള്ള ടേപ്പ് റെക്കോർഡറിൽ റേഡിയോയിൽ എന്ത് കേക്കും? ചായ ജോൺസൺ മാഷ്. അന്തസ്. നിനക്ക് അന്തസ്സും അഭിമാനവും പ്രണയവും ഒക്കെ ആയിരിക്കും. പക്ഷെ നീ നിന്നിങ്ങനെ പെയ്യുമ്പോഴേ കുട്ടനാട്ടുകാർക്ക് ദുരിതം, വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം. എന്ന് വെച്ചിട്ട് എനിക്ക് പെയ്യാതിരിക്കാൻ പറ്റുമോ ചേട്ടാ? ഇതിങ്ങനെ എത്രയെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു വെക്കും. അതുകൊണ്ട് ഞാൻ പെയ്യും. അടടാ മഴടാ അടമഴടാ. ഞാൻ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ ടൈമിംഗ് ഇല്ലാതെ അവിടെ എവിടെയും പോയി പെയ്യരുത്. ഒരു ഉത്തരവാദിത്തം നീ കാണിക്കണം. ചേട്ടാ വേണ്ടേട്ടാ, 2 പേര് എയറിൽ കൂടെ പോണു. അതാരേട്ടാ? മനസ്സിലായില്ലേ? അത് പുതിയ മെഹന്തി ടീം പ്രാങ്ക് ചെയ്തില്ലേ? മെഹന്തി ടീം 2 ദിവസം എന്തായാലും അവർ എയറിൽ കാണും. അത് കഴിയും അങ്ങ് താഴെ വീഴും. അയ്യോ, എയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ. മോളെ ശ്രീവിദ്യേ, ഇപ്പൊ എയറിലോട്ടൊന്നും കാണാനില്ല. ബ്രേക്ക് എടുത്ത് അടുത്ത ആഴ്ച ഉണ്ടാവും. ശരിയാണ്. പക്ഷെ എന്നാലും അതെ വല്ലപ്പോഴും വല്ല ഇന്റർവ്യൂ ഒക്കെ കൊടുക്കണം കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ തകർക്കാം. എയറിലായാലേ വയറിലാവും. വേണം. അതെ. എന്ത് നീ അങ്ങ് എന്റെ കൂടെ അങ്ങ് നിക്കണം? എന്ത് സംഭവം? നിനക്ക് ഡ്യൂട്ടിക്കുള്ള ടൈം ആയില്ലേ? ചേട്ടാ ഞാൻ ഇന്ന് പോവൂല ചേട്ടാ പെയ്യാൻ. എന്ത് പ്രശ്നം? ഞാനേ എവിടെയെങ്കിലും ചെന്ന് പെയ്യുമ്പോ
അപ്പൊ വരും അവൻ എന്റെ പുറകെ. യാവൻ അറിഞ്ഞൂടെ ആ പന്നല ആര് ആ മിന്നലേ അവൻ എന്റെ പുറകെ നടക്കും ചേട്ടാ. എന്നോട് പ്രേമാണെന്നും എന്നെ മറക്കാൻ പറ്റില്ലെന്നും പറഞ്ഞ് ഭയങ്കര ശല്യപ്പെടുത്തല്. സൂര്യൻ ചേട്ടാ ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കി തരണം. ഈ ആകാശത്തിന്റെ അധികാരി സൂര്യനാണ്. അപ്പൊ എന്റെ മുമ്പ് വെച്ച് നിന്നെ അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചോദിച്ചിരിക്കും അവന്റെ വോൾട്ടേജ് ഞാൻ ഇന്ന് ഇടിച്ചളക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അങ്ങേരെ ഇപ്പൊ ഇങ്ങോട്ട് വരുത്തണമെങ്കിൽ ഞാൻ ഇവിടെ നിന്നങ്ങ് പെയ്യാം. ഓക്കേ? പുതുമഴയായി വന്നു. അതെ 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 ഈ പാട്ടും പാടി ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഹൊറർ ഫീലും ചെന്നായിരുന്നു ഇടുകയുള്ളൂ. അവൻ വരണമെങ്കിൽ വല്ല പ്രണയ പാട്ടുകൂടെ എന്നാലേ അവൻ വരുവുള്ളൂ. ആ ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഈ മഴപ്പെണ്ണെ, എനിക്ക് നിന്റെ പുറകെ നടക്കാനല്ല ഇഷ്ടം, എനിക്ക് നിന്റെ കൂടെ നടക്കാനാണ് ഇഷ്ടം. കാരണം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടക്കുന്നത് എന്റെ കൂടെ നടക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്. നീ ഇങ്ങോട്ട് നോക്കിയാണ് എന്ത് ഞാൻ നിനക്കെന്താ കൊണ്ടുവന്നേന്ന്? എന്ത് മിന്നൽ വാള കയ്യിലിട്ട പൊന്നവളെ, ബാക്കി പാടാൻ ഈ ഫ്ലോറിൽ റൈറ്റ്സ് ഇല്ല എന്റെ നിന്റെ ഒപ്പീര് പാട്ട് താണ്ട നിന്റെ വളയം തലയൊക്കെ ഞാൻ ഇടിച്ചിളക്കാം. ഇവിടെ പറയണമെന്നുണ്ടല്ലോ ഞാൻ 100 പെണ്ണ് നിനക്ക് എന്നെ ഇഷ്ടമല്ലേ വേണ്ട? എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ ഒരു 100 തവണ പറഞ്ഞില്ലേ അങ്ങോട്ട്. എനിക്ക് എന്താണ്ടി കുറവ്? അയ്യോ നിങ്ങൾക്ക് കുറവേ ഉള്ളൂന്ന്. എന്തെന്ന്? നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല. അയ്യോ ലാലു, എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന്, എനിക്ക് ടൈമിംഗ് ഇല്ലെന്ന്, എനിക്ക് ടൈമിംഗ് ഇല്ല പോലും. സത്യമായിട്ട് നിങ്ങൾക്ക് ടൈമിംഗ് ഇല്ല. നിങ്ങളെ മറ്റേ തെലുങ്ക് പടത്തിന് ഡബ് ചെയ്യും പോലെയാണ്. ലിപ്പ് ഒരു വഴിക്ക് വോയിസ് വേറെ വഴിക്ക്. അത് എന്റെ കുഴപ്പമല്ല, ഞാൻ ഒരുമിച്ച് തന്നെ വരണത്. ആദ്യം മിന്നും പിന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് ഇടിയാക്കോളൂ. എന്റെ കുഴപ്പമല്ല പെണ്ണേ. ടൈമിംഗ് മാത്രമല്ല നിങ്ങൾക്ക് ഒന്നിനും ഒരു മീറ്ററും ഇല്ല. എടാ ഒരു പെണ്ണിനെ പ്രേമിക്കണം മിനിമം ഇത്ര മീറ്ററെങ്കിലും വേണോടാ. എനിക്ക് മീറ്ററില്ലേ, എനിക്ക് മീറ്ററില്ലേ. നിനക്ക് മീറ്റുണ്ടോ? നിനക്ക് മീറ്റുണ്ടോ? മീറ്റർ ഉണ്ടാന്നാ? നിനക്ക് എവിടെ മീറ്റർ ഇരിക്കും? എനിക്കല്ലാതെ പിന്നെ ഇവിടെ വേറെ ആർക്കും മീറ്റർ ഉണ്ട്? എവിടെ മീറ്റർ ഇരിക്കണം നിനക്ക്? നിങ്ങൾ വാർത്ത ഒന്ന് വായിക്കണത് കേട്ടിട്ടില്ലേ? തിരുവനന്തപുരത്ത് 150 സെന്റിമീറ്റർ മഴ പെയ്തു, കൊല്ലത്ത് 280 സെന്റിമീറ്റർ മഴ പെയ്തു. ആ സെന്റിമീറ്റർ ആണ് എന്റെ മീറ്റർ. എന്തൊക്കെ പറഞ്ഞാലും മഴപ്പെണ്ണെ എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല. ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു ഉമ്മ. എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കൂടുതൽ ഇവിടെ നിന്ന് വെളച്ചിലെടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കാട്ടണ്ണനെ വിളിക്കും കേട്ടോ. ആരെ? എന്റെ കാട്ടണ്ണനെ. നിന്നെ കാട്ടെണ്ണ വിളി. പിന്നെ നിന്റെ കാട്ടെണ്ണം വന്നാൽ ഞങ്ങൾ പറന്നു പോയിരിക്കും. ഞാൻ കല്ലുപോലെ ഇവിടെ നിൽക്കും. കാട്ടണ്ണ അയ്യോ എവിടെ നിന്നോട് ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരുമ്പം പതിയെ വരണോന്ന്. അത് പിന്നെ നേരെ പറയണ. കാറ്റ് വാക്കാത്തറിപ്പോയി. അത് പിന്നെ ഈ പമ്മി വരാന് ഞാൻ CH കാറ്റല്ല, കാറ്റാണ്. എനിക്ക് ലോകത്ത് എവിടെ വേണമെങ്കിലും പോവാം, ചോദിച്ചടിക്കാം, കറങ്ങാം. അല്ലാതെ ചില മണ കുണഞ്ചമ്മരെ പോലെ മഴ പെയ്യുമ്പോ പിറകെ മണപ്പിച്ച് വരണ പന്ന മിന്നലല്ല ഞാൻ കേട്ടാ. നീ അങ്ങനെ പറയില്ല, മനസ്സിലായ? നിനക്ക് സ്വന്തമായിട്ട് പേരുണ്ടാടാ. നിനക്ക് പെണ്ണുങ്ങളെ പേരല്ലേ ഉള്ളൂ. റീന, കത്രീന, ക്ലീറ്റ, ഇതെല്ലാം നാശം വധിക്കണതാണ്. നിനക്ക് ആണിന്റെ പേരുണ്ടാടാ? ഉണ്ടടാ, ഉണ്ട്. നീ കേട്ടോ, മന്ദമാരുതൻ. എടാ ആൾക്കാരുടെ ദേഹത്തോടെ തഴുകി ഒഴുകി പോവും മന്ദമാരുതൻ. മുടിയൊക്കെ ഇങ്ങനെ തഴുകി ഒഴുകി പോകുമ്പോ എന്ത് രസം അറിയാമോ? അയ്യോ അത് കറക്റ്റ്. ഒന്ന് തഴി വീർത്താ. എന്തൊക്കെ പറഞ്ഞാലും മഴപ്പെണ്ണെ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്ക് മഴപ്പെണ്ണിനെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ എനിക്ക് ഇഷ്ടമല്ലെന്ന്. കൂടുതൽ സംസാരിച്ച ഒറ്റ ഇടി തരും. നീ ഉറങ്ങും കേട്ടാ. പിന്നെ നീ ഒറ്റ ഇടിയിൽ ഞാൻ ഉണങ്ങും. അതിനു മുമ്പ് ഞാൻ രക്ഷപ്പെടും. അതെങ്ങനെ? നീ ഇടിക്കാൻ കൈ വാങ്ങിയിട്ട് 5 മിനിറ്റ് ഇടി വരുള്ളൂ. ആ ഗ്യാപ്പിൽ ഞാൻ ഓടി തള്ളും കേട്ടാ. മഴപ്പെണ്ണെ ഐ ലവ് യു. അയ്യോ എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല.
എന്നെ ഇഷ്ടമാണ്. നിങ്ങളെ ഇഷ്ടമല്ല. ഒരു കാര്യം പറഞ്ഞോളൂ, ഈ രണ്ടുപേരെ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നിനക്ക് ആരെയാണ് ഇഷ്ടം? എനിക്ക് മനുഷ്യന്മാരോടാ പ്രണയം. അവരാണ് എനിക്ക് വേണ്ടി കാത്തിരിക്കണത്. അവരാണ് എന്നെ വർണ്ണിച്ച് പാട്ട് കവിതകളും ഒക്കെ എഴുതുന്നത്. അവർക്കാണ് എന്നോട് പ്രണയം. അതുകൊണ്ട് എനിക്ക് അവരോടാണ് പ്രണയം. നിനക്ക് ഭ്രാന്താണ്. മനുഷ്യന്മാർക്ക് ഒന്നിനോടും ഒരു പ്രണയവും ഇല്ല. അവർക്ക് അവരോട് തന്നെ പ്രണയമില്ല, പിന്നെയാണ് നമ്മളോട്. അവരെ ആവശ്യങ്ങൾക്ക് നമ്മളെ ഉപയോഗിക്കുന്നെന്ന് മാത്രം. അവർക്ക് പ്രണയം ഉണ്ടായിരുന്നെങ്കിൽ അവർ ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കുമായിരുന്നു, ഈ മലകൾ വെട്ടി നിരത്തുമായിരുന്നു, ഈ പാറകൾ പൊട്ടിക്കുമായിരുന്നു, ഈ കുളങ്ങൾ നികത്തുമായിരുന്നു. ഇതൊക്കെ അവനവൻ ചെയ്തു വെച്ചിട്ട് നമ്മൾ വല്ല പ്രളയമോ മഴയോ കാറ്റോ ഉരുൾപൊട്ടലോ ആയിട്ട് ചെല്ലുമ്പം ആ പഴിയെല്ലാം നമ്മളെ മണ്ടയിലേക്ക് വയ്ക്കും. പക്ഷെ അത് ശരിയാണ് സൂര്യൻ ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അവര് നമ്മളോട് ചെയ്യുന്നത് കള്ളമല്ലേ? കള്ളമാണ്. അതുകൊണ്ട് മനുഷ്യരോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയും നിങ്ങളിത് തുടർന്നാൽ ഞങ്ങളും തുടരും. ഇതുവരെ വന്നതുപോലെയല്ല, അതികഠിനമായും മാരകമായും ഞങ്ങൾ തുടരും. മനുഷ്യന്മാരെ നിർത്തിക്കോ. സൂര്യൻ ചേട്ടൻ ക്ലൈമാക്സ് നല്ല പഞ്ചിലടിച്ച് നിർത്തിയതല്ലേ, പിന്നെ താൻ അതിന്റെ ഇടയിൽ ഇട്ട് എന്തിനാ ഉണ്ടാക്കണത്? എടി അതിനെനിക്ക് ടൈമിംഗ് ഇല്ലല്ലോ.